അതിമ കുടിയാ ഇതൊക്കെ ഇന്നലെ വീണതാന്നാ കണ്ണടിഞ്ഞാ. ഇതാണ് ഇന്നലെ സീൻ ഉണ്ടായത് തോന്നുന്നല്ലേ. ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ തമ്മിൽ കണ്ടുപോലെ അൺഎക്സ്പെക്ടഡ് ട്രിപ്പിലെ തികച്ചു യാദൃശികം. ഇന്നലെ രാത്രി 12 മണിക്കാണ് ട്രിപ്പിന്റെ കാര്യം ഫിക്സ് ആവുന്നതും ഇന്ന് രാവിലെ 5 മണിക്ക് വിളിച്ചാണ്ട് ചോദിക്കുന്നത് പോകുന്നുണ്ടോന്ന്. അപ്പൊ പെട്ടെന്നുണ്ടായത്. നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മൾ ഊട്ടിയില് എന്താ കിട്ടുന്ന പറഞ്ഞാ ഷൂട്ടിംഗ് പോയിന്റുള്ളപ്പോ ഞങ്ങൾ അങ്ങോട്ട് കേറിയിട്ടില്ല. അപ്പൊ ഇതുവരെ അടുത്ത വീഡിയോസ് ഉണ്ട് നമ്മളെ ഇറങ്ങിയതും വന്നതും പോയതൊക്കെ വരുന്നതൊക്കെ നിങ്ങളൊക്കെ എന്തായാലും അതൊന്നും കണ്ടിട്ട് കേട്ടോ. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇറങ്ങാണ്. ബാക്കി വിശേഷങ്ങള് വഴിയെ കാണിച്ചു തരാം. ടാറ്റാ. അപ്പൊ ഗൈസ് അപ്പം നമ്മളങ്ങനെ നിലമ്പൂർ എത്തിയാണ്. അപ്പൊ അവര് നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് നിതീഷ് വർഷം. ഗൈസ് അങ്ങനെ ഞങ്ങൾ നാട് കാണിച്ചാലും കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല കോടുണ്ട് കേട്ടോ. ഇതാണ് ഇന്നലെ സീൻ ഉണ്ടായത് തോന്നുന്നല്ലേ. ഗൈസ് ഇപ്പോൾ വണ്ടികളൊന്നുമില്ല, ചുരമൊക്കെ ഒഴിഞ്ഞടക്കാണ്. നല്ല കോണ മോൾക്ക് എത്തുന്നതിനനുസരിച്ച് കോണ കൂടിയോണ്ടിരിക്കുകയാണ്. ഗൈസ് ആ മരം നോക്കി ഫുള്ള് കോട മൂടിയിട്ട് അങ്ങോട്ടൊന്നും കാണാതെയായിരുന്നു. അതെ അതെ മോൾക്ക് എത്തുന്നതിനനുസരിച്ച് കോട കൂടിയോണ്ട് നിൽക്കാണ്. അപ്പൊ കോട അങ്ങനല്ലേ. അതന്നെ ഗായ്സ് മണ്ണിടിഞ്ഞാ ഇവരൊക്കെ മണ്ണിടിഞ്ഞാണ് ഗായ്സ്. ആന വന്നതാണെന്ന് തോന്നണില്ല, കണ്ടിട്ട് മണ്ണിടിഞ്ഞ കാര്യം തോന്നുന്നു ഗായ്സ്. മോളിൽ തന്നെ വെള്ളച്ചാട്ടം ഗായ്സ്. ഈ ഏരിയയിൽ നല്ല ആനപ്പിണ്ടത്തിന് സ്മെല്ലടിക്കുന്നുണ്ട്. ഈ ഏരിയയിൽ എവിടെയോ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് അല്ലേ. ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണാം. ഇതൊക്കെ ഇന്നലെ വീണതാന്നാ തോന്നണേ. ഫുള്ള് ഇടിക്കണം. ഇവിടെ മരം വീണിട്ടോ. മൂപ്പരെന്താ ചെയ്യണേ? അതിമ കുടിയാ റെഡിയാക്കി തരിക. നിലത്തോളം മരം ഒരു വണ്ടി കൊണ്ട് നീക്കി തരുന്നുണ്ട് കേട്ടോ. ഒരു മൂലൊക്കെ ആക്കുന്നുണ്ട്. അവരങ്ങനെ സെറ്റാക്കിക്കോട്ടെ. നമ്മൾ പോവാണ്. അതിൻ്റെ മോനെ സ്കില്ലാട്ടാക്ക സ്കില്ലാണ്. ഊട്ടി 69 കിലോമീറ്റർ. ഗായ്സ് അങ്ങനെ ഞങ്ങൾ തമിഴ്നാട് കയറി. അതെ 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 പോയിക്കൊണ്ടിരിക്കാണ്ട്. നല്ല റോഡാണല്ലോ ഗായ്സ്. ഗായ്സ് അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി. ഗൂഡല്ലൂർ എത്തുന്നതിന് മുന്നായിട്ട് ഒന്ന് ചായ അടിക്കാൻ വിചാരിച്ച്. ഇതാട്ടോ നമ്മൾ ചായ അടിക്കണ ഷോപ്പ് പാലസ്. അപ്പോൾ നമ്മളെ കൂടെ ഉള്ളതാണ് ഇതേ ഗൈസ്. ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ് ഗൈസ്. തണുത്തട്ടൊന്നും റഷല്ല. ഇവിടുന്ന് ഗൂഡല്ലൂർക്ക് അത്യാവശ്യം 10-12 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ചെക്കനൊക്കെ ചായ വൈബിലാണ്. ഞാൻ ചായ അടിക്കട്ടോ. കയ്യൊക്കെ തണുത്തിട്ടാകെ സീനായിപ്പോയി. നല്ല കുടനെ നല്ല തണുപ്പുണ്ടല്ലേ. നല്ല തണുത്ത ക്ലൈമറ്റാണ്. കാണാൻ ഫുള്ളായാലിപ്പോ ക്വാളിറ്റി ഇങ്ങനെ പോണനുസരിച്ച് ഇങ്ങനെ കൂടി വരില്ലേ. ഓണത് എത്രത്തോളം കാണാൻ കഴിയും.
സെറ്റാണല്ലോ. അടിപൊളി കോട. നല്ല കുളം, നല്ല കുളം, ഒന്നും കാണില്ല. അടച്ചോലെ റോഡവിടെ നല്ല കുട ഉണ്ടോ, ഒന്നും കാണില്ല. അവിടെ കയ്യൊന്നും എന്റെ ഹെഡ്ലൈറ്റ് ഓണല്ലേ, ഓണാക്കിട്ടാളാ. അവിടുന്ന് വരുന്നോലെങ്കിലും കണ്ടോട്ടെ. ഇതിനോട് നമുക്ക് ഇവിടെ ആണ്ട സൈഡാക്കണ്ട, ഒരു വന്നോട്ടെ. പക്ഷെ സൈഡാക്കിട്ട് മറ്റുള്ളവർ അറിയണം. ഒറ്റ വരവാവും, പറയാൻ പറ്റില്ല. ഇത്രക്ക് ഉണ്ടാവുന്ന വിചാരിച്ചില്ല കേട്ടോ. നല്ല കൂടെ ഇത് കാണില്ല, ഒന്നും കാണില്ലല്ലോ. എന്തെങ്കിലും കണ്ടങ്ങള്? ഞങ്ങളൊന്നും കണ്ടില്ല. ഞങ്ങള് ഇവണ്ടല്ലോ അർച്ചയുണ്ടല്ലോ കജ്ജോണ്ട് ഇങ്ങനെ നാട്ടിലേക്ക് പോട്ടെ. നിങ്ങള് ലൈറ്റ് ഇട്ടില്ലേ, വണ്ടീനെ ലൈറ്റ് ഇട്ടുന്നല്ലേ? എന്നാലും അപ്പൊ വരുന്നവർക്കെങ്കിലും ഒന്ന് കാണാലോ. അത് ശരിയാ, കുറച്ചേരം ഇവിടെ ഒന്ന് നിന്നിട്ട് പോവാം. ഗൈസ്, ഞാൻ അതിലെങ്ങനെ പോന്നപ്പോട്ടോ ഒരു വെള്ളച്ചാട്ടത്തിന്റെ വെച്ചായിട്ട് അപ്പോളാട്ടോ ഇങ്ങനെ ഒരു സംഭവം അവിടെ. ഇത് വെള്ളച്ചാട്ടല്ലല്ലോ. ഓന്റെ മൂത്രം വെച്ചെന്നെ പവറാട്ടോ ഗൈസ്. ഇതൊക്കെ ഇന്ന് ഇവിടെ തണുപ്പില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഷർട്ടൊക്കെ ഊരി നിൽക്കുന്നുണ്ട്. എന്തിനുള്ള അതാ വെള്ളച്ചാട്ടം അടുത്തത് ഗൈസ്, വെള്ളച്ചാട്ടം. എന്തോ ഗൈസ്, ഇവിടെ ഒക്കെ മണ്ണിടിഞ്ഞു കേട്ടോ മല. ഗൈസ്, നമ്മൾ പോന്നിട്ട് നമ്മളെ മൊട്ടക്കുന്ന് എന്ന സ്ഥലം ഉണ്ടല്ലോ. മൊട്ടക്കുന്ന് എങ്ങനെ സ്ഥലം? ഷൂട്ടിംഗ് പോയിന്റ്. ഗൈസ്, നമ്മുടെ ഷൂട്ടിംഗ് പോയിന്റ് എത്തിയിട്ടുണ്ടോ? സംഭവം ഇതിന്റെ നേരെ അപ്പുറത്താണ്. ഞങ്ങൾ അതിന്റെ നേരെ പറഞ്ഞ പാർക്കിംഗുള്ള സ്ഥലത്ത് കയറുക. ഞങ്ങൾ നേരെ അവിടെ കയറുന്നില്ലല്ലേ, കുറെ വട്ടം കണ്ട് ഇതായതാ. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നല്ലൊരു സീനറി ഉണ്ട്. അപ്പൊ നൈസായിട്ട് പിക്കടിക്കാന്നുള്ള ഇതിൽ പോകുന്നതാ. ഇവിടെ കുറെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ അതിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് എടുത്ത് കയറിയില്ല അല്ലേ? ഇവിടെ എല്ലാവരും കൊല്ലം കണക്കാ, അവൻ്റെന്നല്ല. ഞങ്ങളെന്തായാലും സ്പീക്കറിൽ പാട്ടൊക്കെ ഇട്ട് ദമ്മായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങാണ്. പ്രത്യേകിച്ച് ഒരു പ്ലാനില്ലാത്ത യാത്ര ആയതുകൊണ്ട് തന്നെ ഇനി എങ്ങോട്ടാന്നൊന്നും അറിയില്ല. നമ്മളെ ചെക്കൻ ഒക്കെ എടുത്ത് വരുന്നുണ്ട് ഗൈസ്. ഇവിടെ ഫുള്ള് കുതിര കേട്ടോ. ഒരു കുതിര വണ്ടി ഓടിക്കുന്നുണ്ട്, പിന്നെ ഉള്ളതൊക്കെ ഈ സൈഡിലാണ്. ബാക്കായി അടുത്തോ അതിൻ്റെ മൂട്ടിക്കല്ല, നേരെ എടുത്തോ. അത് സംഭവം വലിയ അറിയില്ല. ഇതാണ് ഇവിടുത്തെ എല്ലാം. ഇവിടെ എല്ലാവരും വീടും ഒരു ഇത് തന്നെ ആവൂലേ, ഒരേ ഇതൊക്കെ അറിയുന്നത്. അടുത്ത സംഭവം ആകാണ്ട് അയ്യോ ഒക്കെ ചെടിയായല്ലോ. അല്ലെങ്കിൽ ഭാഗം കട്ട് ചെയ്യണം. ആ കാണൊക്കെ എന്തൊക്കെയാ തവേര. ഇതാണ് ഗൈസ് ഇവിടുത്തെ ഓരോ ഗ്രാമങ്ങള്. നോക്ക് ഇവിടുത്തെ വീടുകളൊക്കെ. ജോപ്പ് ഗൈസ് സിഗ്നലൊക്കെ ഉണ്ടിട്ടോ അവിടെ.
ഞങ്ങൾ ബ്ലോക്കിൽ പെട്ട് നല്ല ബ്ലോക്കാണ്. കുറച്ച് നേരമായി ഇപ്പം അങ്ങനെ തന്നെ നിൽക്കണേ, കുറച്ച് നേരമായി ഇപ്പം അങ്ങനെ തന്നെ നിൽക്കണേ. ഒന്നും റെഡി ഒന്നൊന്നും മുന്നോട്ട് നീങ്ങണേ ഇല്ല. നമ്മൾ നേരെ നമ്മൾ ടീ ഫാക്ടറി കയറുള്ള പരിപാടിയാണ് കേട്ടോ. അതിനുവേണ്ടി നമ്മുടെ നമ്മളൊപ്പമുള്ള എന്തോ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയാണ് താഴത്ത് നിർത്തുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ സൈഡാക്കി. പിന്നെ ഈ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബൊട്ടാനിക്കൽ ഗാർഡനും ആ സൈഡിലേക്ക് പോകണ റോഡത്. ഇതിൽ പോയി കഴിഞ്ഞാൽ ഇതിലിങ്ങനെ വന്ന് അവിടെ അതിൻ്റെ മുകളിലാണ് ടീ ഫാക്ടറി, കാണിച്ചു തരാം. ഇനി നേരെ എന്തായാലും പോയോട്ടെ. ഹലോ ഗായ്സ്, അപ്പോൾ ഇതാ ആ മുകളിൽ കാണാം കേട്ടോ നമ്മളെ ചോക്ലേറ്റ് ഫാക്ടറി, ബെഞ്ച് മാർക്ക് ചോക്ലേറ്റ് ഫാക്ടറി. ഇതാ ഇപ്പോൾ നമ്മൾ ആണ്ടാടെ പോണേ. അവിടുത്തെ കാര്യങ്ങൾ അതെ ബ്ലോക്കെല്ലാം ഉണ്ട്. ചെറുതായിട്ടൊന്ന് പറഞ്ഞോളൂ. നല്ല തണുപ്പട്ടോ, നല്ല തണുപ്പാണ്, നല്ല തണുപ്പാണ്. അങ്ങനെ ഇതിൻ്റെ മേലെത്തിട്ടോ കയറാൻ നോക്കട്ടെ ഗൈസ്. ഊട്ടിത്തെ വ്യൂ കാണിച്ചാൽ അകലാണ് നടക്കേണ്ടായിരുന്നു ഗൈസ്. കോട കറങ്ങി നൈസായിട്ട് മഴയുണ്ട്. ഇപ്പോഴേക്കും ഫുള്ള് നനഞ്ഞെടുക്കുക. ചെക്കന്മാർ പോയിട്ട് പോയോട്ടെ. ഒരിക്കലും തുള്ളി കയറിയിട്ട് കാണിച്ചു തരാം ഗൈസ്. നമ്മൾ ചോക്ലേറ്റിൻ്റെ മേക്കിങ്ങിൻ്റെ സംഭവം അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, നല്ല വെറുതെ കാണിക്കുന്നത്, കാരണം ടി വിയിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ എൻട്രൻസ് ഫ്രീ ആണ്, നമുക്ക് കയറി കാണാൻ പറ്റും. പിന്നെ ചായയും ചോക്ലേറ്റൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ 30 rupees പെർ ഹെഡിന് ഒരാൾക്ക്. ടിക്കറ്റ് എടുക്കാനുള്ള പരിപാടിയിലാണ്. നല്ല മഴ ചെയ്തിട്ടു, ഇതുവരെ മഴ ഇല്ലെന്ന്, ഇപ്പോൾ മഴ സീനായി. നോക്കിയേ ഗൈസ്, ഇപ്പം അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടാ ഞങ്ങളങ്ങനെ ചോക്ലേറ്റ് വാങ്ങാൻ. ഗൈസ് അങ്ങനെ ചോക്ലേറ്റ് വാങ്ങി. എങ്ങനെയുണ്ട്? ഗൈസ്, ഇവിടുന്ന് മുകളിൽ നിന്നുള്ള വ്യൂ കേട്ടോ, കിണ്ണങ്കാച്ചിയാണേ. നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഇതിൻ്റെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്താ പറയുക ചായൻ്റെ ഇതുണ്ട്. അപ്പോൾ നമ്മളെ ചെക്കൻ അവിടെ ഉണ്ട്. തലന്ന് മാറ്റിയാ കാണിച്ചോട്ടെ. ഫാക്ടറി വരുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ കാട്ടിയും കാഴ്ച അവിടെ സത്യം പറഞ്ഞാൽ പുറത്താ. കിണ്ണങ്കാച്ചി വ്യൂ കേട്ടോ ഇവിടുന്ന്. എടാ ഞാൻ പോരാ. ഏതാ സീൻ? മഴ പെയ്യുന്നുണ്ട്, ഇറങ്ങട്ടെ. നമ്മൾ ചാടിക്കാൻ പരിപാടിയില്ല കേട്ടോ. ഓരോരോ ഐറ്റംസ് ആട്ടോ. ഒന്ന് മസാല ചായ, അതാകിലെടുക്കണത് ഏലക്ക ചായ. 4 റൗണ്ട് ഒക്കെ ഉണ്ട്, 4 3 റൗണ്ട് ഉണ്ട്. മൂന്നാമത്തെ ചായ, എൻ്റെ മൂന്നാമത്തെ ചായ മറ്റേ ഏലക്ക ചായ. ഏലക്കല്ലേ എല്ലാ ഫ്ലേവറും നമുക്ക് എടുത്തരുന്നുണ്ട്. ഇത് ഏലക്ക, അത് ഏലക്ക. ഫ്ലേവർ കേട്ടോ, കൊള്ളാം. ഇവിടെ ചോക്ലേറ്റിൻ്റെ സംഭവം എക്സിറ്റ് താഴത്താട്ടോ. മുകളിൽ ഒരു ചോക്ലേറ്റ് സംഭവങ്ങളൊക്കെയാണ്. അവിടെ ഉണ്ട് ചോക്ലേറ്റ്സ്. ഞങ്ങൾ എന്തായാലും വാങ്ങുന്നില്ല, ഞങ്ങൾ വാങ്ങി ഓൾറെഡി. അപ്പം ഇനി നൈസായിട്ട് ഇങ്ങനെ തിരിച്ചിറങ്ങുകയാണ്. എന്താണ് എല്ലാ സ്നാക്സാ അവിടെ എക്സിറ്റ് അടിച്ചിറങ്ങുന്ന നേരം ഇങ്ങോട്ടാട്ടോ. ഇത് നമ്മുടെ കുട്ടികളെ പിടിക്കാനുള്ള പരിപാടിയാണ്. ഇതാ അതിൽ പോണതാ. അവൻ്റെ കുട്ടിക്ക് ലിപ്സ്റ്റിക് ആണെന്ന് പറഞ്ഞേ. ലിപ്സ്റ്റിക്ക് വാങ്ങണമെന്ന് പറഞ്ഞേ. അപ്പം എൻ്റെ കുട്ടിക്ക് ലിപ്സ്റ്റിക് അങ്ങ് വന്നാലേ ഇവിടെ നമുക്ക് അയച്ചിട്ട് നോക്കിയാൽ അഖില വാ. അഖില നമുക്കുള്ള ഇവിടെ ഉണ്ട്. അവിടെ നിന്ന് നേരെ പോന്നിട്ട് ഡ്രസ്സിൻ്റെ ഇതിൽ കയറി കേട്ടോ. ഒന്നും എടുക്കൂലെന്ന് പറയാം, നല്ല റേറ്റ് വെച്ചൊക്കെ ഒന്ന് തോണ്ടി മാറ്റി വയ്ക്കില്ല, ഒരു സുഖം കിട്ടൂല. അതാണ് പരിപാടി, ഒക്കെ ചുറ്റിക്കാണ് പരിപാടിയില്ല. ഡ്രസ്സസ് റേറ്റ് നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഉണ്ട് സാധനം ഇവിടെ. ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ ഫാക്ടറിയിൽ നിന്ന് ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി ഒന്ന് പോവാണ്. ചെക്കന്മാർ വണ്ടി എടുത്തിന്. അപ്പോൾ ഇനി കാണട്ടോ. ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ ഫാക്ടറിയിൽ നിന്ന് ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി പോവാണ്. ചെക്കന്മാർ വണ്ടി എടുത്തിന്. അപ്പോൾ ഇനി കാണട്ടോ. 1 hour ആയി. 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 1
ഓക്കെ. നൈസായിട്ട് പോലീസ് ഡീറ്റെയിൽസ് വെച്ച് ലൈസൻസ് വെച്ച് വണ്ടി കിട്ടില്ല. നമ്മളത് എല്ലാതും ഓക്കെ ആയതുകൊണ്ട് നമ്മൾ വേണ്ട പോകുന്നത്. ഇപ്പോൾ ഉള്ളവരെ മുന്നിലൂടെ അവരെ കാണാൻ തന്നെ അല്ലേ പോയി നോക്കട്ടെ. ഗായ്സ് ഇതിപ്പോൾ വീണതാട്ടോ. നമ്മൾ പോകുമ്പോൾ ഈ സാധനം ഇവിടെ ഇല്ലേ? പോകുമ്പോൾ ഈ സാധനം അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ റോഡിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് വണ്ടി പോകുന്നത്. മണ്ണിടിഞ്ഞാൽ ആനക്ക് സ്ലൈഡിങ് അല്ല, ഇതാണ് ആന അല്ല. അപ്പോൾ കഴിച്ച് നമ്മളെ യാത്ര കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചെത്തിയിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ നാട്ടിലെത്തിയിട്ടില്ല, ഏകദേശം നാട്ടിലെത്താനായിട്ടുള്ളൂ. ഞങ്ങളിങ്ങനെ ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ വൈൻഡപ്പ് എടുക്കാൻ പറഞ്ഞു അവിടുന്ന്. അപ്പോൾ പിന്നെ ഇവിടെ ഇരുട്ടായിട്ടുണ്ടോ, ഏകദേശം രാത്രി തുടങ്ങിയത്. ഇപ്പോൾ നല്ലൊരു സ്ഥലം കണ്ടപ്പം നൈസായിട്ട് ചവിട്ടി ഇതെടുക്കാന്ന് വിചാരിച്ചില്ലേ. അടിപൊളിയായിരുന്നു ഇന്നത്തെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ. സംഭവം അൺഎക്സ്പെക്റ്റഡ് ചെയ്യുന്നില്ലേ. ഒരു സ്ഥലത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോയിട്ടില്ല. അവിടെ അപ്പം കേട്ടാ കയറാൻ തോന്നി. അന്ന് ചോക്ലേറ്റ് ഫാക്ടറി അവിടെയും പോയി. പിന്നെ ഇവിടെ പോയി നമ്മളെ അവിടെ നിന്ന് കാര്യമായിട്ട് കേട്ടോ. മറ്റൊരു പിന്നെ ഞങ്ങൾ അങ്ങനെ കയറിയില്ല, ജസ്റ്റ് പുറത്തുനിന്ന് കണ്ടു കൊണ്ടുള്ളൂ. പിന്നെ ഓരോ സിറ്റി മറ്റേ ഉള്ളോട്ടുള്ള ഗ്രാമങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് കയറിപ്പോയി. അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അതൊക്കെ തന്നെ പരിപാടി. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വെറുതെ ജസ്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മളെ ചെക്കന്മാരെ ഉണ്ട് ഒപ്പം ഉണ്ടായിരുന്നത്, നമ്മളെ അർഷദും നിതീഷും നമ്മളെ കമ്പനിക്കാരാണ്. അപ്പോൾ അത്രയൊക്കെ എന്താ പറയുള്ളൂ. എന്തായാലും മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.